എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ് കേരള പാഠാവലി മലയാളം ഫസ്റ്റിലെ ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നതാണ്. കവിത വായിച്ചു ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് ചോദ്യം. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ കവിത ഇവിടെ വായിക്കുന്നില്ല. നിങ്ങളത് പോസ്റ്റ് ചെയ്ത് വായിക്കുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പൊൻതരി വെട്ടവുമായി എത്തുന്നത് ആരാണ്? ഉത്തരം മിന്നാമിനുങ്ങ്. ഇരുട്ടിനെ വിളംബരം ചെയ്യാൻ മൂളുന്നതാര്? ഉത്തരം മൂങ്ങ. മിന്നാമിനുങ്ങിനെ എന്ത് ചെയ്യണമെന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്? കണ്ണാടി കുപ്പിയിൽ ഇടണമെന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. ചിറകു വിരിച്ചണിയുന്നത് എന്താണ്? ഉത്തരം സ്വപ്നം. മിന്നാമിനുങ്ങിനോട് എന്ത് ചെയ്യാനാണ് കുട്ടി ആശംസിക്കുന്നത്? ഉത്തരം ഇരുളിനെ കീറിമുറിച്ച് രസിക്കൂ. പ്രവർത്തനം 2 യാത്രാ വിവരണമാണ്. മനസ്സിൽ കുളിരണിയിക്കുന്ന പ്രകൃതി ഭംഗിയുമായി ഏറെ മോഹിപ്പിച്ച ഇടം ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് മനോഹരിയായ മൂന്നാറിൻ്റെ ചിത്രമാണ്. അവിടുത്തെ കുളിരും കോടയും മഞ്ഞിൽ പൊതിഞ്ഞ പ്രഭാതവും എല്ലാം തന്നെ എന്നെ ഏറെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും പോയ മൂന്നാർ യാത്രയ്ക്കു ശേഷം 5ാം ക്ലാസ്സിലെ ദേവിക എഴുതിയ യാത്രാവിവരണത്തിൻ്റെ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. പ്രകൃതി ഭംഗി കളിയാടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ നടത്തിയിട്ടുള്ള യാത്രയെക്കുറിച്ച് ഒരു യാത്രാവിവരണം തയ്യാറാക്കാനാണ് ചോദ്യം. നിങ്ങൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കുള്ള യാത്രാവിവരണമാണ് തയ്യാറാക്കേണ്ടത്. യാത്രാവിവരണം തയ്യാറാക്കുമ്പോൾ ആ പോയ സ്ഥലത്തിൻ്റെ ഭംഗി അതോടൊപ്പം തന്നെ നിങ്ങൾ കണ്ട കാഴ്ചകളും നന്നായി തന്നെ എഴുതേണ്ടതുണ്ട്. കൂടാതെ അത് വായനക്കാരിലേക്ക് അതേ പ്രതീതിയോടെ എത്തിക്കാൻ ശ്രമിക്കുക. കൂടാതെ അതിനൊരു തലക്കെട്ട് കൂടി നൽകാൻ ശ്രദ്ധിക്കുക. പ്രവർത്തനം 3 കത്ത് തയ്യാറാക്കുക എന്നതാണ്. വെള്ളിത്തൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചിലപ്പോൾ വെറുക്കുകയും ചെയ്യുന്ന മഴയോട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ? ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് മഴയ്ക്ക് ഒരു കത്ത് തയ്യാറാക്കുകയാണ് വേണ്ടത്. കത്ത് തയ്യാറാക്കുമ്പോൾ സാധാരണ പോലെ തന്നെ ഡേറ്റ് അതോടൊപ്പം തന്നെ സ്ഥലം എന്നിവ ഉൾപ്പെടുത്തുക. കൂടാതെ നിങ്ങൾക്ക് മഴയോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ അത് കാവ്യാത്മകമായ ഭാഷയിൽ എഴുതുകയാണ് വേണ്ടത്. കൂടാതെ മഴ നമുക്ക് തരുന്ന നല്ല കാര്യങ്ങളും അതോടൊപ്പം തന്നെ മഴ നമ്മിൽ ഉണ്ടാക്കുന്ന നഷ്ടങ്ങളും എന്നിവ കൂടി ചേർത്താണ് മഴയ്ക്കായി ഒരു കത്ത് തയ്യാറാക്കേണ്ടത്. പ്രവർത്തനം 4 ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. ബാലാമണി അമ്മയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. തന്നിരിക്കുന്ന വിവരങ്ങളോടൊപ്പം അധിക വിവരങ്ങളും കൂടി ചേർക്കുക. ഇവിടെ ബാലാമണി അമ്മയുടെ ജനനം, മരണം, അതോടൊപ്പം തന്നെ മകൾ, പുരസ്കാരങ്ങൾ, കൃതികൾ എന്നിവ നൽകിയിട്ടുണ്ട്. ഇത് കൃത്യമായ ഒരു ഘടനയിലാണ് എഴുതേണ്ടത്. ആദ്യമായി തന്നെ ജനനം, കൂടാതെ പിന്നീട് മകളായ കമലാ സുരയ്യയെ പറ്റി എഴുതുക. ശേഷം അവർ എഴുതിയിട്ടുള്ള പ്രധാന കൃതികളായ മാതൃഹൃദയം, വെയിലാറുമ്പോൾ, കുടുംബിനി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. ശേഷം അവർക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ, അതിനുശേഷം ഏറ്റവും അവസാനമായി മരണം എന്നിവ കൂടി ചേർത്താണ് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. കൂടാതെ ജീവചരിത്രക്കുറിപ്പിന് ബാലാമണി അമ്മ എന്ന് തന്നെ ഹെഡിങ്ങായി നൽകാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലാമണി അമ്മയുമായി ബന്ധപ്പെട്ടത് ഏത്? ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പ്രവർത്തനം 5 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിക്കൂ. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇവിടെ കവിത നൽകിയിട്ടുണ്ട്. കവിത പോസ്റ്റ് ചെയ്ത് വായിക്കാവുന്നതാണ്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കവിതയുടെ ആശയം അതോടൊപ്പം തന്നെ ഇവിടെ ജയകൃഷ്ണൻ എന്നാണ് കവി, കവിയെ പറ്റിയുള്ള കാര്യങ്ങൾ, കൂടാതെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, ശേഷം കവിത എന്താണ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളും കൂടി ചേർത്താണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. പ്രവർത്തനം 6 കടങ്കഥക്കളി. ക്ലാസ്സിൽ നടത്തുന്ന കടങ്കഥക്കളിയിലേക്ക് ആവശ്യമായ 5 കടങ്കഥകളും അവയുടെ ഉത്തരവും എഴുതുക. നാം സാധാരണ പറയാറുള്ള കടങ്കഥകൾ എഴുതിയാൽ മതിയാകും. 5 കടങ്കഥകളും അവയുടെ ഉത്തരങ്ങളുമാണ് എഴുതേണ്ടത്. ഉദാഹരണത്തിന് മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, ഉത്തരം കിണർ എന്നിങ്ങനെയുള്ള കടങ്കഥകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്.
വീഡിയോ ഉപകാരപ്രദമായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.